അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. അമിതമായ കോടതി ഫീസ് വർധനവിനെതിരെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് മൂവാറ്റുപുഴയിൽ പ്രതിഷേധ യോഗം നടത്തി. കോടതി സമുച്ചയത്തിൽ നടത്തിയ പ്രതിഷേധ യോഗം KPCC അംഗം അഡ്വക്കേറ്റ് വർഗീസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ അമിതമായ കോടതി ഫീസ് വർധനവിന് എതിരെയും ക്ഷേമനിധി ആനുകൂല്യം 25 ലക്ഷം രൂപയെ വർദ്ധിപ്പിക്കാത്തതിനും പ്രതിഷേധിച്ച് മൂവാറ്റുപുഴയിൽ അഭിഭാഷകർ പ്രതിഷേധ യോഗം നടത്തി. സ്വന്തം അവകാശങ്ങളും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി കുടുംബ കോടതികളെ അവസാന ആശ്രയമായി കാണുന്ന അനേകായിരം സ്ത്രീകൾക്കുള്ള ഇരുട്ടടിയാണ് ധനമന്ത്രിയുടെ കുടുംബ കോടതി ഫീസ് വർധന നിർദ്ദേശമെന്നും സിവിൽ നടപടികളുടെ നൂലാമാലകൾ ഇല്ലാതെ സാമ്പത്തിക കേസുകൾ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി മാത്രം നിയമനിർമ്മാണം നടത്തി നിർമ്മിച്ച നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിൽ വരെ ഫീസ് ഏർപ്പെടുത്തിയ സർക്കാർ നടപടിയിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. കോർട്ട് ഫീസായും പിഴയിനത്തിനും കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള നിയമ സംവിധാനത്തെ പരിഹസിക്കുന്നതാണ് ധനമന്ത്രിയുടെ ബജറ്റ് അവതരണമെന്ന് യോഗം വിലയിരുത്തി. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ നടത്തിയ പ്രതിഷേധ യോഗം മുൻ DCC വൈസ് പ്രസിഡന്റും KPCC അംഗവുമായ അഡ്വക്കേറ്റ് വർഗീസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി, കറണ്ടിൻ്റെ വില കൂടി, വെള്ളത്തിൻ്റെ വില കൂടി, ഇങ്ങനെ കാശ് പിരിച്ചെടുക്കുന്ന ഒരു സംസ്ഥാനം അല്ലാതെ അത് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു പതിവ് നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാത്തതാണ്. അപ്പോൾ അതിനെതിരെ നമുക്ക് ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. ഇന്ന് ഫാമിലി കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുന്നതിന് നേരത്തെ ഉണ്ടായിരുന്ന കോർട്ട് ഫീസിൻ്റെ എത്രയോ ഇരട്ടിയായി. സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യം നൽകുന്ന ആ ഫാമിലി കോടതിയിൽ ഇന്ന് സാധാരണക്കാരനൊരു കേസ് കൊടുക്കാൻ പറ്റാത്ത നിലയിലെത്തി. അതുപോലെ ചെക്ക് കേസ് കൊടുക്കുന്ന തുകയുടെ അടിസ്ഥാനത്തിൽ ശതമാനക്കണക്കിന് കാശ് വർദ്ധിപ്പിക്കുന്ന നിലയിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നു. അതുപോലെ ഒരു നിലയിലും സാധാരണക്കാരന് കോടതിയെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത നിലയിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ആരിഫ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് KM സലീം മുഖ്യപ്രഭാഷണം നടത്തി. ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് OV അനീഷ്, യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് റോയി ഐസക്, അഡ്വക്കേറ്റ് അരുൺ മാർട്ടിൻ, അഡ്വക്കേറ്റ് NP തങ്കച്ചൻ, അഡ്വക്കേറ്റ് ചാൾസ് T ഡേവിസ്, അഡ്വക്കേറ്റ് സനിത TR, അഡ്വക്കേറ്റ് ബിജു K ജോർജ്, അഡ്വക്കേറ്റ് എൽദോസ് പോൾ, അഡ്വക്കേറ്റ് ഷൈനി ഫിലക്സി, അഡ്വക്കേറ്റ് അരുൺ ജോസഫ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.